വചനമൊഴി മെയ് 7. വചനഭാഗം ഫിലിപ്പി 1:21-26, മത്തായിയുടെ സുവിശേഷം 8:1-4. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങ് മനസ്സാകുന്നെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോ കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഞാൻ മനസ്സാകുന്നു, നീ ശുദ്ധനാകട്ടെ. തക്ഷണം അവന്റെ കുഷ്ഠരോഗം ശുദ്ധമാക്കപ്പെട്ടു. ഈശോ അവനോട് പറഞ്ഞു, നീ ഇതാരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച അവരുടെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് ഈശോയുടെ പക്കൽ കൃപയാചിച്ചു വരുന്ന, സൗഖ്യം പ്രാർത്ഥിക്കുന്ന ഒരു കുഷ്ഠരോഗിയുടെ കാര്യമാണ്. കുഷ്ഠരോഗിയുടെ മനോഭാവം ദൈവകൃപ സ്വീകരിക്കുമ്പോൾ, ദൈവകൃപ യാചിക്കുമ്പോൾ എപ്രകാരമായിരിക്കണം ഒരുവന്റെ മനോഭാവം എന്ന് വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകുന്ന ഈശോ ദൈവകൃപയുടെ ശുശ്രൂഷകരായി മാറുന്നവരുടെ മനോഭാവം എന്തായിരിക്കണമെന്നും വ്യക്തമാക്കുന്നതാണ്. കുഷ്ഠരോഗിയിൽ പ്രാർത്ഥനയുടെ വലിയൊരു മാതൃക നമുക്ക് കാണുവാൻ സാധിക്കും. എളിമയോടുകൂടി തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, യാചിക്കുന്ന, വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, യാചിക്കുന്ന ഒരു കുഷ്ഠരോഗിയാണ് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ഏതൊരുവനും ഉണ്ടായിരിക്കേണ്ട മനോഭാവമാണ് എളിമയും വിശ്വാസവും. ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എനിക്ക് എല്ലാം ലഭിക്കുന്നത്, ദൈവത്തിൻ്റെ കാരുണ്യത്താൽ എനിക്കെന്തും ലഭിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ് കുഷ്ഠരോഗിയിൽ കാണുന്നത്. കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകുന്ന ഈശോ പറയുന്നു, നീ ഇതാരോടും പറയരുത്. നീ നിന്നെ തന്നെ കൊണ്ടുപോയി പുരോഹിതന് കാണിച്ച് സാക്ഷ്യത്തിന് വേണ്ട കാര്യങ്ങൾ അനുഷ്ഠിക്കുവിൻ. കുഷ്ഠരോഗിയായിരിക്കുന്ന ഒരാൾ കുഷ്ഠരോഗത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കേണ്ടത് പുരോഹിതനായിരുന്നു പഴയ നിയമ പശ്ചാത്തലത്തിൽ. ഈശോ പൂർണ്ണ സൗഖ്യം നൽകിയെങ്കിലും ആ നിയമത്തിൻ്റെ അനുഷ്ഠാനം പൂർത്തിയാക്കുവാനായിട്ട് ഈശോ നിർദ്ദേശിക്കുന്നത്. ദൈവപുത്രനായിരിക്കുന്ന ഈശോയും നിയമത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി കുഷ്ഠരോഗിയെ പറഞ്ഞു വിടുകയാണ്. ദൈവകൃപയുടെ ശുശ്രൂഷകരാകുന്നവർ തങ്ങളുടെ മഹത്വമല്ല, തങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ വചനത്തിന് സ്വയം സമർപ്പിക്കുന്ന വിശ്വാസ സമൂഹത്തെ രൂപപ്പെടുത്തുകയാണ് ഓരോ ശുശ്രൂഷകരുടെയും ഉത്തരവാദിത്വം. ദൈവത്തിൻ്റെ കൃപ എളിമയോടെ, വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുന്നതിനും, ദൈവകൃപ അനുഭവിക്കുമ്പോൾ ദൈവകൃപയുടെ കാര്യസ്ഥന്മാരായി, ശുശ്രൂഷകരായി നമ്മെ നിയോഗിക്കുമ്പോൾ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി, സഭയോട് വിശ്വസ്തത പുലർത്തി ദൈവിക ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവകൃപയ്ക്ക് മുൻപിൽ എളിമയോടെ, വിശ്വാസത്തോടെ ആയിരിക്കുവാനും ദൈവ ശുശ്രൂഷ വിശ്വസ്തയോടെയും വിശുദ്ധിയോടെയും പരികർമ്മം ചെയ്യുവാനുമുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.